ഗായ്സ്, നമ്മളെ കരിഷ്മൻ്റെ എയർ ഫിൽറ്റർ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബൈ എയർ ഫിൽറ്ററിൻ്റെ ബോക്സാണ് ഇപ്പോൾ സെറ്റ് ചെയ്യുന്നത്. ബോക്സ് വെച്ചതിന് ശേഷമാണ് നമ്മൾ പുതിയ ബോക്സും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വാങ്ങിയത്. നിങ്ങൾ ഇതിൻ്റെ മുന്നേ ചെറിയൊരു വീഡിയോ ഇട്ടിരുന്നു, ഷോർട്ട് വീഡിയോ. അപ്പോൾ നമ്മൾ മൊത്തം അത് റീസെറ്റ് ചെയ്യാണ്. ബോക്സ് കാര്യങ്ങളൊക്കെ അത് പഴയതാണ്, നിങ്ങളൊക്കെ സൈഡ് കണ്ടത്. അതിൻ്റെ ബോക്സ് വെക്കണം, അതുപോലെ എയർ ഫിൽറ്റർ വെക്കണം. കാർബറേറ്റർ ഇതിൻ്റെ മുന്നേ നമ്മൾ ചേഞ്ച് ചെയ്തതാണ്, കാർബറേറ്ററൊക്കെ സെറ്റ് ചെയ്തതാണ്. അപ്പോൾ എയർ ഫിൽറ്റർ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കാണുന്നത്. പിന്നെ എയർ ഫിൽറ്റർ, കാർബറേറ്റർ, അതിൻ്റെ ബോക്സ്, കിറ്റ് എല്ലാം ആവശ്യമുള്ളവർ നമ്മളെ ജസ്റ്റ് കോൺടാക്ട് ചെയ്താണ്. ഡിസ്ക്രിപ്ഷനിൽ നമ്പർ എടുക്കുന്നുണ്ട്, അതിൽ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങളെ അഡ്രസ്സിലേക്ക് നമ്മൾ കൊറിയർ ചെയ്ത് തരുന്നതായിരിക്കും. കരിഷ്മൻ്റെ കിട്ടാത്ത ഏതൊരു പാർട്സ് ആയിക്കോട്ടെ, ഓൾമോസ്റ്റ് എല്ലാം നമ്മളെ കയ്യിലുണ്ടാവും. സ്റ്റോക്ക് വരുന്നതനുസരിച്ച് നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് ആവശ്യക്കാർ ജസ്റ്റ് കോൺടാക്ട് ചെയ്താൽ മതി. നമ്പർ നമ്മുടെ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിലുണ്ട്, ഒന്ന് ചെക്കൗട്ട് ചെയ്ത് കോൾ ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ വണ്ടീൻ്റെ ഇത് ചേഞ്ച് ചെയ്യുകയാണ്. എയർ ഫിൽറ്റർ, പുതിയ എയർ ഫിൽറ്റർ സെറ്റ് ചെയ്യുകയാണ്. അതിൻ്റെ മുന്നേ ഉള്ളത് ഒരു പവർ ഫിൽറ്റർ ആയിരുന്നു, കുറച്ചുകൂടി സൗണ്ട് ഉള്ളത്. അപ്പോൾ അതൊന്ന് ചേഞ്ച് ചെയ്ത് പക്കാ സ്റ്റോക്കിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യുകയാണ്, സ്റ്റോക്കിലേക്ക് മാറ്റുകയാണ്. എയർ ഫിൽറ്ററിൻ്റെ ബോക്സ് ഓൾമോസ്റ്റ് സെറ്റായിട്ടുണ്ട്. അത് കഴിഞ്ഞ് അതിലേക്കാണ് നമ്മൾ എയർ ഫിൽറ്റർ സെറ്റ് ചെയ്ത് ഇറക്കാൻ പോകുന്നത്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ടോപ്പ് ഇടണം. ഇന്നത്തെ വീഡിയോയിൽ ഏകദേശം ഈ കാര്യങ്ങൾ. അതിൻ്റെ മുന്നേ നമ്മൾ പിന്നെ കാർബറേറ്ററൊക്കെ ചേഞ്ച് ചെയ്ത് 220-ൻ്റെ കാർബറേറ്റർ നമ്മുടെ കരിഷ്മക്ക് സ്യൂട്ടാണ്. ഒരുപാട് പവർ ലോസ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. 220-ൻ്റെ ചെയ്ത് നമ്മളെ വണ്ടിയിലുള്ളത് 220-ൻ്റെ എയർ ഫിൽറ്ററാണ്, നമ്മൾ ചേഞ്ച് ചെയ്തതാണ്. സ്റ്റോക്ക് എയർ ഫിൽറ്റർ അല്ല, കാർബറേറ്റർ 220-ൻ്റെ ചെയ്യുമ്പോൾ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. മൈലേജും കുറച്ചുകൂടി കൂടും. മിസ്സിങ് കാര്യങ്ങളൊക്കെ കുറഞ്ഞു കിട്ടും, മിസ്സിങ് ഒരുപാട് ഉണ്ടാവില്ല. കാർബറേറ്റർ ചേഞ്ച് ചെയ്തതിന് ശേഷം, അതാണ് നിങ്ങളെ ചെറിയൊരു തമ്മില്ല, അതാണ് കാർബറേറ്റർ. അത് ചേഞ്ച് ചെയ്തതിന് ശേഷം നമ്മൾ ഈ എയർ ഫിൽറ്റർ ചേഞ്ച് ചെയ്യുന്നത്. ബാറ്ററി കാര്യങ്ങളൊക്കെ പുതിയാണ് ഇതിലുള്ളത്, പുതിയ ബാറ്ററിയൊക്കെ ആണ്. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ കുറച്ചുകൂടി കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഒരു റീസ്റ്റോറേഷൻ വിചാരിക്കുന്നുണ്ട്. ഓൾമോസ്റ്റ് ഒക്കെ റീസ്റ്റോർ ചെയ്തെടുക്കാൻ വിചാരിക്കുന്നുണ്ട്. എന്താ നിങ്ങളെ അഭിപ്രായം ഒന്ന് കമൻറ്റിൽ അറിയിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് എങ്ങനെ ചെയ്യണം എന്നുള്ളതൊക്കെ. ഞാൻ ഉദ്ദേശിക്കുന്നത് പക്കാ സ്റ്റോക്കിലാണ്, നമ്മളെ വണ്ടി പക്കാ സ്റ്റോക്കിൽ ചെയ്യാനാണ് വിചാരിക്കുന്നത്. അധികം അൾട്രേഷനും കാര്യങ്ങളൊന്നും ഇല്ലാതെ പക്കാ സ്റ്റോക്ക് കണ്ടീഷനിലേക്ക് കൊണ്ടുപോകാനാണ് ഉദ്ദേശിക്കുന്നത്. പവർ ഫിൽറ്ററും കാര്യങ്ങളൊക്കെ അതുകൊണ്ടാണ് നമ്മൾ ഒഴിവാക്കിയത്. ഭയങ്കര നോയ്സാണ് പവർ ഫിൽറ്റർ ആയതുകൊണ്ട്. അതുകൊണ്ടാണ് നമ്മൾ നോർമൽ എയർ ഫിൽറ്റർ തന്നെ, കരിഷ്മൻ്റെ ഒറിജിനൽ തന്നെ ഇതിലേക്ക് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയൊക്കെ തന്നെയാണ്. അതിന് 2 ഓർസ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മുടെ എയർ ഫിൽറ്റർ വെക്കും. ഇതിൻ്റെ എയർ ഫിൽറ്റർ വരുന്ന ചെറിയൊരു സ്പോഞ്ച് ടൈപ്പാണ്. ഇപ്പോൾ നോക്കിയാൽ കാണാം, ചെറിയൊരു എന്താ പറയുക, ഒരു പേപ്പർ ടൈപ്പാണ്, സ്പോഞ്ച് അല്ല, പേപ്പർ ടൈപ്പ്. ഭയങ്കരമായിട്ട് വെറ്റാകുന്ന സമയത്ത് പെട്ടെന്ന് നമ്മൾ കഴിയുന്നതും ഒരു 5000 കിലോമീറ്ററിലൊക്കെ ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും ബെറ്റർ. കാരണം ഒരു പേപ്പർ ടൈപ്പ് ആയൊക്കെ ഒരു ടിഷ്യൂ ആ ഒരു ഇത് തന്നെ വരുന്നുള്ളൂ, ഒരു ഡബിൾ ടിഷ്യൂവിൻ്റെ ഒരു ഇത് വരുന്നുള്ളൂ. പെട്ടെന്ന് തന്നെ വെറ്റൊക്കെ ആയിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് ഡാമേജ് ആകാൻ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് കഴിയുന്നവർ മാക്സിമം എന്ത് ചെയ്യുക, ഒരു 5000 കിലോമീറ്ററിലൊക്കെ ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും ബെറ്റർ. അങ്ങനെ ആകുമ്പോൾ വണ്ടി സ്മൂത്തായിരിക്കും. അതുപോലെ തന്നെ എൻജിൻ ഫ്ലഷ് ചെയ്യേണ്ട ആവശ്യമില്ല. എൻജിൻ ഓയിൽ കറക്റ്റ് പക്ക ഇതിൽ മാറ്റി കൊടുത്താൽ മതിയാവും. എൻജിൻ ഓയിൽ ഫ്ലഷ് ചെയ്യേണ്ട അവസ്ഥ വരികയെന്ന് വെച്ചാൽ അത്രക്കും ഓയിൽ മാറ്റാതെ യൂസ് ചെയ്ത എൻജിനൊക്കെ ആണെങ്കിൽ പിന്നെ നമ്മൾ ഫ്ലഷ് ചെയ്ത് യൂസ് ചെയ്യേണ്ടി വരും. അതിലും ബെറ്റർ കറക്റ്റ് പീരിയോഡിക്കലി ഓയിലൊക്കെ ഒന്ന് കറക്റ്റ് ചേഞ്ച് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഒരുപാട് ഡാമേജ് കാര്യങ്ങളൊന്നും വരാതെ എൻജിനൊക്കെ സ്മൂത്തായിട്ട് പോകും. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ഒരു ഷോർട്ട് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ നമ്മുടെ വണ്ടികളുടെ വീഡിയോസ് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ജസ്റ്റ് കമൻറ്റിൽ അറിയിക്കുക. അതുപോലെ തന്നെ മാക്സിമം കരിഷ്മ യൂസ് ചെയ്യുന്നവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് വയ്ക്കാം. ബൈ.